प्यारे बच्चों नमस्कार। ലീഡ്സ് കോളേജ് പേരാമ്പ്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠമാണ് എടുത്തത് ഹിന്ദിയുടെ. അപ്പോൾ അതിൻ്റെ ബാക്കി എടുക്കുകയാണ്. കഴിഞ്ഞ പാഠങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ടാവും, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നൊക്കെ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ പാഠഭാഗം എടുക്കുന്നത്. കേൾക്കുക. पाइन में कुछ स्याही बेची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും അവിടെ എത്തുന്നതാണ്. മഷി നിറയ്ക്കുക എന്ന് പറയുന്നത് പണ്ടൊക്കെ മഷി നിറയ്ക്കുക എന്ന് പറയുന്നത് 5 പൈസ ഉണ്ടെങ്കിൽ കടക്കാരൻ നീല മഷി നിറച്ചു കൊടുക്കും. ഡ്രോപ്പർ മുഖേനയാണ് ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഫില്ലർ, ആ ഫില്ലർ മുഖേനയാണ് മഷി നിറച്ചു കൊടുത്തിരുന്നത്. അതിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. പൈൻമേ കുച്ച് സ്യാഹി ബജീദി, പേനയിൽ കുറച്ചു മഷി ബാക്കി ഉണ്ടായിരുന്നു. ഉസേ സാഹിലിനെ സെമീൻ പർ ചിടക്ക് ദിയ, അത് സാഹില് സെമീൻ എന്ന് പറഞ്ഞാൽ നിലം, തറ, ഭൂമി, ആ നിലത്ത് ചിടക്കിന ഒഴിച്ചു കളഞ്ഞു. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. ആ പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും ദുക്കാൻ എന്ന് പറഞ്ഞാൽ കടയിലേക്ക് പഹുഞ്ചിന എത്തുക, അവിടെ എത്തിച്ചേർന്നു. ഏക് പൈൻ സ്യാഹി ബർദോ സാഹിൽ സെ പഹലെ കി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ, ഒരു പേനയിൽ മഷി നിറച്ചു തരൂ സാഹിൽ പറയുന്നതിന് മുമ്പേ തന്നെ ബേല കച്ചവടക്കാരനോട് പറഞ്ഞു, പേനയിലൊന്ന് മഷി നിറച്ചു തരൂ എന്ന് പറഞ്ഞു. ബേട്ടാ സ്യാഹി കി ബോതൽ അബി ഖാലി ഹോ ഗയി ഹൈ, മക്കളെ മഷിക്കുപ്പി സ്യാഹി കി ബോതൽ, മഷിയുടെ ബോട്ടിൽ കുപ്പി, മഷിക്കുപ്പി അബി ഖാലി ഹോ ഗയി ഹൈ, ഇപ്പൊ തീർന്നിട്ടേ ഉള്ളൂ. അബ് തോ കൽ ഹി മിൽ പായേഗി, ഇനി നാളെയേ കിട്ടത്തുള്ളൂ. लेकिन इसने तो पैन में जो स्याही थी उसे भी जमीन पर छिड़क दिया था. എന്നാൽ ഇതിൽ കുറച്ചു മഷി ബാക്കി ഉണ്ടായിരുന്നു, അത് ഇവൻ നിലത്തൊഴിച്ചു കളഞ്ഞു. ബേല പറഞ്ഞു. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ദുലാന ചാഹിയെ, മേഘത്തെ കണ്ടിട്ട് കുടം കമഴ്ത്തരുത്. ദുക്കാൻ വാല ഭയ്യാനെ കഹ, മക്കളെ മേഘത്തെ കണ്ടിട്ട് കുടം കമഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ എന്താ? മേഘത്തെ കണ്ടിട്ട് കുടം കമഴ്ത്തരുത് എന്ന്. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുടം എന്ന് പറഞ്ഞാൽ കലം അത് നമ്മൾ എന്ത് ചെയ്യരുത്? അതിലെ വെള്ളം ഒഴിച്ച് കളയരുത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മേഘത്തെ കണ്ടിട്ട് കുടം കമഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംഭവം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ കയ്യിലുള്ള സംഗതി നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്. ഒന്ന് കിട്ടുമെന്ന് കരുതിയിട്ട് കയ്യിലുള്ളതൊരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അവർ പൂച്ചന ചോദിച്ചു, കോൻസിമേ പഠിത്തേക്കോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്? 5വീമേ 5ാം ക്ലാസ്സിൽ. സാഹിലിനെ ഐസെ ബുരേ മനസ്സേ ബദായ, സാഹില് ഒരു മോശമായ മനസ്സോടെ, ബുരാ എന്ന് പറഞ്ഞാൽ ചീത്ത, മോശം എന്നൊക്കെ പറയും, ഒരു താല്പര്യമില്ലാത്തതോടുകൂടിയാണ് പറയുന്നത്, ഒരു വിഷമത്തോടു കൂടി. അവർ 5വീമേ പഠിന പാവുകോ, 5ാം ക്ലാസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാവം പോലെയാണ് കണക്കാക്കുന്നത്. അവൻ വിചാരിച്ച ഒരു പാവത്തിൻ്റെ കേട്ടു. 5വീമേ പഠിന പാവുകോ, രണ്ടുപേരും ദുക്കാൻ വാല ഭയ്യാനെ കഹ, രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ? दोनों का सेक्शन भी एक ही है. ये बेला ने ऐसे गोश होकर बताया जैसे कोई बहुत बड़ी बात हो. അതെ, രണ്ടുപേരും और दोनों का सेक्शन भी एक ही है, രണ്ടുപേരുടെയും ഡിവിഷൻ കൂടി ഒന്നാ. ये क्लास बेला ने ऐसे गुश होकर बताया, ബേല സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും 5ലാ, ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷനും കൂടി ഒന്നാ. എ ക്ലാസ്. എന്തോ കൊയ് ബോത്ത് ബഡി ബാത്തുകോ, എന്തോ ഒരു വലിയ കാര്യം പറയുന്നത് പോലെ, എന്തോ ഒരു ഭയങ്കര കാര്യത്തിൻ്റെ തൊട്ട് പറഞ്ഞു. ശ്രദ്ധിക്കാം.
ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠേതേ. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്. രണ്ടുപേരും അടുത്താണ് ഇരിക്കാറുണ്ടായിരുന്നത്. കാപ്പി മേ കാം കർത്തേ തോ ദോനോ കാപ്പി മേ കാം കർത്തേതേ. ഒരാൾ കോപ്പിയാണ് എഴുതുന്നതെങ്കിൽ മറ്റേയാളും കോപ്പി തന്നെ എഴുതുക. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്തായിരിക്കുക, വേലയും സാഹിലും. കാപ്പി മേ കാം കർത്തേ തോ ദോനോ കാപ്പി മേ കാം കർത്തേതേ. ഒരാൾ കോപ്പി എഴുതിക്കൊണ്ടിരിക്കുക, മറ്റേയാളും കോപ്പി തന്നെ എഴുതുക. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. ഇനി പുസ്തക വായിക്കുന്നത്, കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകം. കിതാബ് പഠിത്തേ തോ പുസ്തകം വായിക്കുക, മറ്റേയാൾ പുസ്തകം തന്നെയാ വായിക്കുന്നത്. ബൽക്കി പാടുപികി പഠിത്തേതേ. പാഠവും കൂടി ഒന്ന് തന്നെയാ പഠിക്കുക, ഒരേ പാഠം. ഇപ്പോൾ പുസ്തകം എടുത്തിട്ട് പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരാൾ ഒന്നാമത്തെ പാഠം വായിക്കുന്നത്, മറ്റേ രണ്ടാമത്തെ പാഠമല്ല, ഒരേ പാഠം തന്നെ വായിക്കുക. സാഹിൽ ചമക്കുടി സൻ സദാവന്മേ വകുപ്പ് തൽവാർ പുരാനീതി. സാഹിൽ വായിക്കുക. ചമക്കുടി സൻ സദാവൻ. ചമക്കിന തിളങ്ങുക, പ്രകാശിക്കുക. ചമക്കിന എന്നുള്ള ദമക്കിന എന്ന് മറ്റൊരു ഹിന്ദി വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക, തിളങ്ങുക. ചമക്കുടി സൻ സദാവന്മേ 57. സദാവൻ 57. 57 തിളങ്ങിയ വഹ് തൽവാർ, ആ വാൾ പുരാനീതി പഴയതായിരുന്നു. തൽവാർ എന്ന് പറഞ്ഞാൽ എന്താ? വാള്. പുരാന പഴയ, പുരാനി നൈ, നൈ പുതിയ, പുരാനി പഴയ. 57 തിളങ്ങിയ ആ വാൾ പഴയതായിരുന്നു. പഠിത്താത്തോ സാഹിൽ അത് വായിച്ചപ്പോ ബേലാബി ബേലയും കൂടി ചമക്കുടി ഉൻ സദാവൻ മേവ് തൽവാർ പുരാനീതി പഠിത്തിരി. 57 തിളങ്ങിയ ആ വാള് പഴയതായിരുന്നു. ബേലയും അത് തന്നെ വായിച്ചു. ബേല കഹത്തി, ബേല പറഞ്ഞു, ഭഞ്ചി പാനി പീനെ ചലി ജാവൂ. ബഹൻജി എന്ന് പറഞ്ഞാൽ, ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി എന്നൊക്കെ. അപ്പം സഹോദരി എന്നല്ല, ചേച്ചി എന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ മാഷ് ടീച്ചറാണ്. അപ്പം ബഹൻജി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ടീച്ചറെ പാനി പീനെ ചലി ജാവൂ, വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ചേച്ചി വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. സാഹിൽ ബി കഹത ബഹൻജി പാനി പീനെ ചലേ ജാവൂ. സാഹിലും പറഞ്ഞു, ചേച്ചി അല്ലെ ടീച്ചറെ വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ, വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. गणित के मार्च साहब सुरेंद्र जी का पीरियड गैलगंडी के बाद आता था। बच्चे उनसे काम थे और गैलगंडी बंद होने से 2 मिनट पहले अपनी अपनी जगहों पर आकर बैठ जाते थे. ഗണിത് കെ മാഡ് സാബ്, ഗണിത് എന്ന് പറഞ്ഞാൽ കണക്ക്, കണക്കിൻ്റെ അധ്യാപകനായിരിക്കുന്ന മാഡ് സാബ്, ടീച്ചർ മാസ്റ്റർ, കണക്കിൻ്റെ അധ്യാപകനായിരിക്കുന്ന സുരേന്ദ്രൻ മാസ്റ്ററുടെ പീരീഡ് ഗേൽഗണ്ടി കെ ബാദ് ആത്താത. ഗേൽഗണ്ടി എന്ന് പറഞ്ഞാൽ ഡ്രില്ലിൻ്റെ പീരീഡ്, ഡ്രില്ലിൻ്റെ പീരീഡിന് ശേഷമായിരുന്നു. കണക്കിൻ്റെ അധ്യാപകനായിരിക്കുന്ന സുരേന്ദ്രൻ മാസ്റ്ററുടെ പീരീഡ് ഡ്രില്ലിന് ശേഷമായിരുന്നു. ബച്ചേ ഉൻസെ കാം തേതേ, കുട്ടികൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു വിറയ്ക്കുമായിരുന്നു. സുരേന്ദ്രൻ മാഷി എന്ന് പറഞ്ഞാൽ മതി, കുട്ടിയൊക്കെ എന്താ പേടിച്ചു വിറയ്ക്കുമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു വിറയ്ക്കുമായിരുന്നു. और गैलगंडी बाद होने से 2 मिनट पहले की अपने अपने जगह पर आकर बैठा था. ഡ്രില്ലിൻ്റെ പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് പകലെ 2 മിനിറ്റിന് മുമ്പേ തന്നെ കുട്ടികൾ അപ്പനി ജഹവും പർ, ജഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം, അവരവരുടെ സ്ഥലത്ത് വന്ന് ഇരിക്കുമായിരുന്നു. നോക്കണേ, ഇപ്പോൾ ബെല്ലടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ക്ലാസ്സിലേക്ക് വരില്ല. പിന്നെയല്ലേ കളീൻ്റെ പീരീഡ് വന്ന് 2 മിനിറ്റ് മുന്നേ വന്ന് കുത്തിരിക്കുന്നത്. അപ്പോൾ സുരേന്ദ്രൻ മാഷ് അത്ര പേടിയായിരുന്നു കുട്ടികൾക്ക്. ബെല്ലടിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ വന്നിട്ട് അവരവരുടെ സീറ്റിൽ ഇരിക്കുമായിരുന്നു. സുരേന്ദ്രജി മാഡ് സാബ് ഇസി പീരീഡ് മേ കാപ്പി ഛാഞ്ചിത്തേരെ. സുരേന്ദ്രൻ മാസ്റ്റർ
ഈ പീരീഡായിരുന്നു കോപ്പി പരിശോധിച്ചിരുന്നത്. കാപ്പി ജാഞ്ചന, കോപ്പി പരിശോധിക്കുക. കോപ്പി പരിശോധിച്ചിരുന്നത് ഈ പീരീഡായിരുന്നു. ജറാസി ഗലത്തി പർ ബച്ചോങ്കി ഇധർ ഉധർ ഫേങ്ക്തേ थे. ജറാസി ഗലത്തി, ജറാസി ഗലത്തി എന്ന് പറഞ്ഞാൽ ഗലത്തി തെറ്റ്. ജറ ലേശം, ലേശം അല്പം തെറ്റ് കണ്ടാൽ മതി സുരേന്ദ്രൻ മാസ്റ്റർ ബച്ചോങ്കോ കുട്ടികള് ഇധർ ഉധർ ഫേങ്ക്തേ थे, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ച് വലിക്കുക, ഇതാണ് ഉണ്ടായിരുന്നത്. ജാപ്പട് മാർനെ ലഗ്തേ, ശക്തിയായിട്ട് അടിക്കാൻ തുടങ്ങിയിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ, അദ്ദേഹത്തിന്റെ കയ്യ് ചലിക്കാൻ തുടങ്ങിയാൽ, ശുരു കർണ ആരംഭിക്കുക, തുടങ്ങുക, ശുരു കർണ ആരംഭിക്കുക, തുടങ്ങുക. അദ്ദേഹത്തിന്റെ കൈ ചലിക്കാൻ തുടങ്ങിയാൽ മതി രുക്കിന, രുക്കിന നിർത്തുക, ഭൂൽ ജാത്താത, രുക്കിന ഭൂൽ ജാത്താത. എന്തായിരുന്നു? അദ്ദേഹത്തിന് അടി അങ്ങ് തുടങ്ങിയ പിന്നെ നിർത്താൻ അദ്ദേഹത്തിനോട് മറന്നു പോയിരുന്നു. ഭൂൽ മറവി, ഭൂൽ ജാന മറന്നു പോവുക, മറന്നു പോയിരുന്നു. ഏക് ദിൻ സുരേന്ദ്രജി മാർട്സിനെ ബേല കെ ബാലോ മേ പഞ്ച ഫംസായ. ഒരു ദിവസം, ഏക് ദിൻ എന്ന് പറഞ്ഞാൽ വൺ ഡേ, വൺ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, സുരേന്ദ്രൻ മാസ്റ്റർ സുരേന്ദ്രജി മാർട്സിനെ ബേല കെ ബാലോ, ബാൽ എന്ന് പറഞ്ഞാൽ മുടി, ബേലയുടെ മുടി, അല്ലാണ്ട് ബേലയ്ക്ക് ബാലുണ്ടോ? ബേലയുടെ മുടി മേ പഞ്ചാവംസായ കുത്തിപ്പിടിച്ചു, മുടി ഇങ്ങ് കുത്തിപ്പിടിച്ചു ഇങ്ങനെ സുരേന്ദ്രൻ മാസ്റ്റർ. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती ही न की. ഏതൊരു തെറ്റിനായിരുന്നുവോ സുരേന്ദ്രൻ മാസ്റ്റർ ബാലയുടെ മുടി കുത്തിപ്പിടിച്ചത്, കുത്തിപ്പിടിച്ച് വലിച്ചതിരുന്നത്, അതൊരു തെറ്റേ അല്ലായിരുന്നു, അതൊരു തെറ്റല്ലായിരുന്നു. സുരേന്ദ്രൻ മാസ്റ്റർ ബേലയുടെ മുടി കുത്തിപ്പിടിച്ചത് ഏതൊരു തെറ്റിനായിരുന്നുവോ അതൊരു തെറ്റേ അല്ലായിരുന്നു. അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കരുത്. അധ്യാപകർ സ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കണം. അധ്യാപകർ പ്രേം കി മൂർത്തി ഹോ അധ്യാപക്. സുരേന്ദ്രൻ മാഷെ പോലെ ആകരുത്. സ്നേഹത്തിൻ്റെ, അതിനോട് നമുക്ക് യോജിപ്പില്ല. സ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കണം. സ്നേഹത്തോടു കൂടി കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ സ്നേഹത്തോടു കൂടി കുട്ടികളെ പഠിപ്പിച്ചാൽ മാത്രമേ അയാൾ എടുക്കുന്ന വിഷയവും കുട്ടികൾക്ക് നന്നായി മനസ്സിലാവുകയും നന്നായിട്ട് ആ വിഷയം കുട്ടികൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സുരേന്ദ്രൻ മാഷെ പോലെ ആകരുത്. गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे, वे गलती भी नहीं थी, गलती थी नहीं थी. उन्होंने बेला को छोड़ दिया. അദ്ദേഹം ബേലയോട് അങ്ങ് ഉപേക്ഷിച്ചു. പൊടിയെന്ന് ചോടിന ഉപേക്ഷിക്കുക, ഒഴിവാക്കുക, ബേലയെ ഒഴിവാക്കി. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ബേലയുടെ ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട്, ചേഹര മുഖം, ചെറിയ മക്കളല്ലേ, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ അധ്യാപകന് ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മുഖമെല്ലാം കൂടി അങ്ങനെ ഉണ്ടാവും, പേടിച്ചോണ്ട്. പേടിച്ച്, പണ്ടത്തെ കുട്ടികളാണ്, ഇന്നത്തെ കുട്ടികൾ പോകാൻ പറയും, പണ്ടത്തെ കുട്ടികളാണ്. പേടിച്ചുകൊണ്ട് ബേലയുടെ മുഖം, ഭയം നിറഞ്ഞ ആ മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരഹ് ഡർ ഗയ. സാഹില് വളരെയധികം പേടിച്ചുപോയി. മോശമായ രീതിയിൽ തന്നെ വളരെ വിഷമിച്ചുകൊണ്ടും ആകെ പേടിച്ചുപോയി. ഡർ എന്ന് പറഞ്ഞാൽ ഭയ്, ഭയ് എന്ന് പറഞ്ഞാൽ പേടി. ആകെ പേടിച്ചുപോയി. ബുരി തരഹ് ഡർ ഗയ. ഭയഭീത് ചേഹരെ കോ ദേഖ്കർ സാഹിൽ ബുരി തരഹ് ഡർ ഗയ था. उसने देखा कि അവൻ കണ്ടു ബേലാക്കെ പാബ് അബീബി കാമ്പ് രഹേ. ബേലയുടെ കാല് ഇപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. ബേലയുടെ കാല് പേടിച്ചിട്ട് ഇങ്ങനെ വിറച്ചോണ്ട്, കാമ്പിനാന്ന് പറഞ്ഞാൽ പേടിച്ച് വിറക്കുക. ബേല ആകെ പേടിച്ച് കാലിങ്ങനെ വിറയ്ക്കുന്നുണ്ട് ബേലയുടെ. ജയ്സവ് ഗടേ ഗടേ അബി ഗിർ ജായങ്കി. അവൾ ഇപ്പൊ നിന്ന നിപ്പ് നിന്ന് വീഴുമെന്ന് തോന്നി. നിന്ന നിപ്പിൽ നിന്ന് അവൾ വീഴുമെന്ന് തോന്നി. सुरेंद्र मास्टर मार्ट साहब ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर.
സുരേന്ദ്രൻ മാസ്റ്റർ ആ ബുക്ക് കോപ്പി എടുത്ത്, അവളുടെ നോട്ട് ബുക്ക് എടുത്ത് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബൈറ്റ് അപ്പനി ജഗഹ് പർ, പോയി നീ നിന്റെ സീറ്റിലിരിക്കടി എന്ന് പറഞ്ഞു. വലിച്ചെറിഞ്ഞുകൊണ്ട്. ഒരു അധ്യാപകൻ ചെയ്യുന്നതാ വലിച്ചെറിയുന്നത് ബുക്ക്. പാടില്ല, ചെയ്യാൻ പാടില്ല. ബുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബഹുമാനിക്കേണ്ട സാധനങ്ങളാണ്. ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിച്ചെറിയറ് ആ കുട്ടി ഇരിക്കുന്ന സീറ്റിലേക്ക്. എന്നിട്ട് പറയാ, പോയിരിക്കടി അവിടെ. നല്ല മാഷ സുരേന്ദ്രൻ മാഷ്. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയാ. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. ബേല കാ മനസ്സ് വളരെയധികം വിഷമിച്ചു. मार्च साहब मुझे पीट लेते मगर साहिल के सामने नहीं. മാഷ് സാഹബ് മുझे पीट लेते. മാഷിനെ അടിച്ചോട്ടെ എത്ര വേണമെങ്കിലും, മകർ സാഹിൽ കെ സാമനെ നഹിയും. സാഹിലിന്റെ മുന്നിന്ന് വേണ്ടായിരുന്നു. മാഷിനെ അടിച്ചോട്ടെ എത്ര വേണമെങ്കിലും, എത്ര വേണേ മാഷ് അടിച്ചോട്ടെ, പക്ഷെ സാഹിലിന്റെ മുന്നിന്ന് വേണ്ടായിരുന്നു. സാഹിൽ കെ സാമനെ ഗുദ്കോ ശർമിത മഹസൂസ് കർ രഹി थी. അവള് സാഹിലിന്റെ മുന്നില് വളരെയധികം ഷർമിത എന്ന് പറഞ്ഞാൽ ലജ്ജാവതിയാകുക, നാണം കെട്ടു പോവുക, കുറവായി പോവുക എന്ന് പറയും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അവൾ ആകെ നാണം കെട്ടതായിട്ട് മഹസൂസ് കർ രഹി थी. മഹസൂസ് കർണ അനുഭവപ്പെടുക. അവൾക്ക് നാണം കെട്ടതുപോലെ അവൾക്ക് തോന്നി. നമ്മളെയൊക്കെ മറ്റുള്ളവരെ മുന്നിലിട്ടിട്ട് കുട്ടികളെയൊക്കെ രക്ഷിതാക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സുഹൃത്തുക്കളുടെ മുന്നിലിട്ട് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ല, അവരെ ആകെ എന്തായിപ്പോവും, നാണം കെട്ടതുപോലെ ആയിപ്പോവും. ഇതായിപ്പോവും ആ ഒരു നാണക്കേട്. ഇയാൾ ആകെ നാണം കെട്ടതുപോലെ ആയിപ്പോയി, അനുഭവപ്പെട്ടു. അവൾക്ക് നാണം കെട്ടതുപോലെ മഹസൂസ് കർണ അനുഭവപ്പെടുക. ശർമിത ലജ്ജാവതിയാകുക, നാണം കെടുക, ലജ്ജ തോന്നുക. ക്യോങ്കി വഹ് ജാൻതി थी कि അവൾക്ക് അറിയാമായിരുന്നു, വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹേ. അവൾ സാഹിലിന്റെ ദൃഷ്ടിയിൽ, കാഴ്ചപ്പാടിൽ, മുന്നില് അവൾ വളരെ നല്ല കുട്ടിയാണ്. സാഹിൽ തന്നെ പറ്റി എന്താ കരുതിയേ? നല്ല കുട്ടിയാണ് എന്നുള്ളത് ആണ് കരുതിയെന്ന് അതവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സാഹിലിന്റെ മുന്നിൽ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തപ്പോൾ അവൾ ആകെ നാണം കെട്ടുപോയത് അനുഭവപ്പെട്ടത്. നസർ മേ ബഹുത് അച്ചി ഹേ. എപ്പോഴാണോ അവൾ സാഹിലിന്റെ അടുത്ത് പോയിരുന്നത്, എന്നിട്ട് കൂടി എന്തില്ല, അവൾക്ക് സാഹിലിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. സാഹിലിന്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല, നാണം കെട്ടതുകൊണ്ട്. ദീപാവലി की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बांधी थी. ദീപാവലിക്ക് ചുട്ടി, ചുട്ടി എന്ന് പറഞ്ഞാൽ അവധി, ചിട്ടി എന്ന് പറഞ്ഞ കത്ത്, ചുട്ടി അവധി. ദീപാവലി അവധിക്ക് ശേഷം, കെ ബാദ് ശേഷം, ദീപാവലി അവധിക്ക് ശേഷം, ജബ് സ്കൂൾ ഗുലാത്തോ എപ്പോഴാണോ സ്കൂൾ തുറന്നത്, ഗുൽന തുറക്കുക, എപ്പോഴാണോ സ്കൂൾ തുറന്നത്, ബേലാക്കെ സിർപ്പർ ബേലയുടെ തലയിൽ സഫേദ് പട്ടി ബാന്തിതി. സഫേദ് പട്ടി എന്ന് പറഞ്ഞാൽ വെളുത്ത ബാൻഡേജ്, ബാന്തിന കെട്ടുക, വെളുത്ത ബാൻഡേജ് കെട്ടിയിരുന്നു ബേലയുടെ തലയിൽ. സ്കൂളൊക്കെ തുറന്ന് ബേല വരുന്ന സമയത്ത് തലയിൽ ഒരു ബാൻഡേജ് ഒക്കെ കെട്ടിയിട്ടാണ് ദീപാവലിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോ ബേല സ്കൂളിലേക്ക് വന്നത്. കോയി ഉസേ ഹോയ് ഹേയ് ഹോയ് സഫേദ് പട്ടി കഹ് രഖാ था. कोई सुल्ताना टक तो कोई कुछ और कहकर चिढ़ा रखा था. कोई उसे होय हे होय സഫേദ് പട്ടി എന്ന് പറഞ്ഞാൽ ചീത്തയാ, പട്ടി എന്ന് വിളിച്ച അല്ല, വെളുത്ത ബാൻഡേജ് കെട്ടിയ കുട്ടി. ചിലരെന്ത് വിളിച്ചു? സുൽത്താന ടാക്കു, കൊള്ളക്കാരുടെ രാജകുമാരി. കൊള്ളക്കാരല്ലേ പണ്ടത്തെ സിനിമയിലൊക്കെ നിങ്ങൾക്ക് കാണാം, കൊള്ളക്കാർ തലയിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കാണാം, ഒട്ടക്കെട്ടുമെല്ലാം കെട്ടിയിട്ടാ കൊള്ളക്കാരെ കാണിക്കുക. അങ്ങനെ കൊള്ളക്കാരുടെ രാജകുമാരി. കോയി കുച്ച് അവർ കർ ചിടാരക, ചിടാരകന കളിയാക്കുക, ചിടാന കളിയാക്കുക. കുറച്ചാൾക്കാർ എന്ത് വിളിച്ചു ഇവളെ? സഫേദ് പട്ടി, വെളുത്ത ബാൻഡേജ് കെട്ടിയ കുട്ടി. കുറച്ചാൾക്കാര് കൊള്ളക്കാര്, സുൽത്താൻ ടാക്കു, കൊള്ളക്കാരുടെ രാജകുമാരി എന്ന് വിളിച്ച് അവളെ കളിയാക്കിക്കൊണ്ടേയിരുന്നു.
क्या हो गया बेला? साहिल ने परेशान होते पूछा. ये क्या हो गया बेला? ഇതെന്തു പറ്റിയതാണ് ബേല? സാഹിൽ പരേശാൻ, പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ഇതെന്തു പറ്റി ബേല? പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു. സാഹിലിനെ പരേശാൻ ഹോത്തെ പൂച്ച, പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ചത്ത് സേ ഗിർ ഗയി ബേലാനെ ആസ്തേ ഹുയേ കഹ. ചത്ത് സേ ഗിർ ഗയി എന്ന് പറഞ്ഞാൽ എന്താ? ചത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മേൽക്കൂര, ടെറസിന്റെ മുകളിൽ നിന്ന് വീണതാ. ബേലാനെ ആസ്തേ ഹുയേ കഹ. ചത്ത് സേ ഗിർ ഗയി എന്താ? ടെറസിൽ നിന്ന് വീണതാ. ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബേല. ബഹുത്ത് ദിൻ ഹോ ഗയേ, ഒരുപാട് ദിവസമായി. ഇത് കുറെ ദിവസമായി. ഞാൻ ടെറസിൽ നിന്ന് വീണല്ലേ, ഇത് കുറെ ദിവസമായില്ലേ. ആജ് ഗേൽ ഗണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ് ഗേലെങ്കെ. ഇന്ന് നമുക്ക് ഡ്രില്ലിന്റെ പിരീഡ് ഗാന്ധി ചൗക്കിൽ പോയിട്ട് ഒറ്റക്കാൽ ചാട്ടം കളിക്കണം. ലങ്കടി ടാങ്ക് ഗേലെന്ന് പറഞ്ഞാൽ ഒറ്റക്കാൽ ചാട്ടം, ഇങ്ങനെ ഒറ്റക്കാലുമേൽ ചാടുക. ആ കളി നമുക്ക് കളിക്കണം. ഇന്ന് ഡ്രില്ലിന്റെ പിരീഡ് ഗാന്ധി ചൗക്ക് പോയിട്ട് നമുക്ക് ഒറ്റക്കാൽ ചാട്ടം കിടും. नहीं गलेंगे तेरे सिर में फिर से लग जाएंगी तो नहीं गलेंगे. വേണ്ട കളിക്കണ്ട. തേരെ സിർമേ, നിന്റെ തലയിലെങ്ങാന് ഫിർസേ ലഗ് ജായേങ്കിത്തോ, വീണ്ടും നിന്റെ തലയിലെങ്ങാ മുറിവുണ്ടായാൽ കളിക്കണ്ട. നിന്റെ തലയിൽ വീണ്ടും മുറിഞ്ഞാലോ? നാഹി ലഗേങ്കി, ഇല്ല, ഉണ്ടാവില്ല. ബേലാനെ സിദ്ദിഖ്, ഇല്ല, ഉണ്ടാവില്ല. ബേല സിദ്ദിഖ് ചാട്യം, ബേല ചാട്യം പിടിച്ചു. ഇല്ല, ഉണ്ടാവില്ല, ഇല്ല. അവേ ഹമേശ കീ തരകെ, അവർ എല്ലായ്പ്പോഴും, ഹമേശ സദാ, എല്ലായ്പ്പോഴേ പോലെയും സാരേ ബച്ചോങ്കെ സാത്ത്, കുട്ടികളുടെ ഒക്കെ കൂടെ ഗാന്ധി ചൗക്കിൽ പോയിട്ട് ബാലുമേ പൂരി ഗേൽ ഗണ്ടി ലഗ് ടാങ്ക് ഗേലെ, ഗാന്ധി ചൗക്ക് പോയിട്ട് ആ ഗാന്ധിജിയുടെ ചുറ്റിലും എന്ത് ചെയ്തു? ഇവര് ഒറ്റക്കാൽ ചാട്ടം കളിച്ചു. ഗാന്ധി ചൗക്ക് പോയിട്ട് അവിടെ പോയിട്ട് ആ ഗാന്ധി പാർക്കിൽ പോയിട്ട് അവിടുന്ന് ഒറ്റക്കാൽ ചാട്ടം കളിച്ചു. ഇൻ ബെച്ചോങ്കോ, ഈ കുട്ടികള് അപ്പനെ ചാരും ഓർ ഗേൽത്തെ ദേക്ക് കർ, ഈ കുട്ടികള് തൻ്റെ ചുറ്റിലും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിമ, വിഗ്രഹം. ഗാന്ധിജിയുടെ പ്രതിമ ഐസി ദിഖായി പെടുത്തി, അങ്ങനെ കാണപ്പെട്ടു. ജൈസെ ഔർ സമീസെ കുച്ചധികം മുസ്കുരാ രഹിയെ, മറ്റേതൊരു സമയത്തേക്കാളും നന്നായിട്ട് ഇങ്ങനെ മുസ്കുരാന, പുഞ്ചിരിക്കുക, ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്, മറ്റേത് സമയത്തേക്കാളും നന്നായിട്ട് ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്തു? കാണപ്പെട്ടു. നന്നായിട്ട് ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. മറ്റേതൊരു സമയത്തേക്കാളും നന്നായിട്ട് ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഗാന്ധിജിയുടെ പ്രതിമ ഇങ്ങനെ മറ്റേത് സമയത്തേക്കാളും നന്നായിട്ട് കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ ചിരിച്ചു എന്ന് പറയുന്നത് എന്താ? ഗാന്ധിജിക്ക് എന്ന് പറഞ്ഞാലും നെഹ്റുവിനൊക്കെ എന്ന് പറഞ്ഞാലും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സന്തോഷമാണ് അവിടെ കാണിക്കുന്നത്. കുട്ടികൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതാണ് അവിടെ കാണിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ എടുത്തതിൽ ഒരു ചോദ്യം ഇതിൽ വരുന്നത്, बादल को देखकर गड़े को नाखी दुलाना चाहिए, दुकानदार ने ऐसा क्यों कहा? बादल को देखकर गड़े को नाखी दुलाना चाहिए, दुकानदार ने ऐसा क्यों कहा? അതിൻ്റെ ഉത്തരമാണ് എഴുതിയത്. മേഘത്തെ കണ്ടിട്ട് കുടം കമിഴ്ത്തരുത്. കച്ചവടക്കാരൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? കലം മേ സ്യാഹി ബർവാനെ കെ ലിയെ സാഹിൽ ഔർ ബേല ദുക്കാൻ ജാത്തെ ഹെ. കലം എന്ന് പറഞ്ഞാലും പൈൻ എന്ന് പറഞ്ഞാലും പേന എന്നാണ് അർത്ഥം. പേനയിൽ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി സാഹിലും ബേലയും കടയിൽ പോകുന്നു. ജാത്തെ ഹെ, ഞാൻ ക്ലാസ് എടുത്താണല്ലോ, ഗ്രാമർ പറഞ്ഞില്ലേ, ബഹുവചനത്തിൽ തേഹേ, പുല്ലിംഗ ബഹുവചനത്തിൽ. ഇപ്പം സാഹിലും ബേല എന്ന് പറയുമ്പോൾ പുല്ലിംഗവും സ്ത്രീലിംഗവും വന്നാൽ പുല്ലിംഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടങ്ങ് എഴുതുക, അതാണ് ചെയ്യേണ്ടത്. ജാത്തെ ഹെ ലേക്കിൻ ഉനെ സ്യാഹി നഹി മിൽത്തി, എന്നാൽ അവർക്ക് മഷി കിട്ടിയില്ല. സ്യാഹി ബർവാനെ കി ഇച്ഛാസെ, മഷി കിട്ടുമെന്ന ആഗ്രഹത്തോടുകൂടി
കലമ്മേ ജോ സ്യാഹിദി, പേനയിൽ ഏതൊരു മഷിയായിരുന്നുവോ ഉണ്ടായിരുന്നത്, ഉസേ അത് സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ, അത് സാഹില് നിലത്ത് ഒഴിച്ചു കളഞ്ഞു. ഇത് സുൻകർ, ഇത് കേട്ടിട്ട് ദുഃഖാൻദാറിനെ ഐസേ കഹ, കച്ചവടക്കാരൻ അങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞു? ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹിം ദുലാന ചാഹിയെ, മേഘത്തെ കണ്ടിട്ട് കുടം കമഴ്ത്തരുത് എന്ന് കച്ചവടക്കാരൻ പറയും. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ കിസി ബാത് കി പ്രതീക്ഷ മേ കുച്ച് നഹിം കർനാ ചാഹിയെ, ഏതെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യരുത്. പിന്നെ പ്രതീക്ഷിക്കാണ്ടെന്ന് ചെയ്യാൻ പറ്റുമോ? എന്തായി പറയുന്നത്? പ്രതീക്ഷിക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് അവിടുന്ന് ഒരു സാധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത്. കിട്ടുന്നത് കിട്ടിക്കോട്ടെ, നമ്മളെ കയ്യിലുള്ള സംഗതി നമ്മൾ എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത്. മറ്റൊന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ കയ്യിലുള്ള നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ചോദ്യത്തിന് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. ഇതാണ് ഇതിൽ വരുന്നൊരു ചോദ്യം. പിന്നെ മറ്റൊന്നുണ്ട്, ബേലയും സാഹിലും കച്ചവടക്കാരനും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. അതും ഞാൻ എഴുതി തരുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇത്രയും എടുത്തത് അങ്ങനെ മുസ്കുര രഹീഹോ, വാർത്താലാപ്, സംഭാഷണം. ബേല और സാഹിൽ കലം മേ ജോ സാഹി ബർവാനെ കെ ലിയെ ദൂക്കാൻ ഗയെ, ബേലയും സാഹിലും പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയി. വഹാംബർ, അവിടെ വെച്ച് ദുക്കാൻദാർ, കച്ചവടക്കാരനും, അവർ എന്ന് പറഞ്ഞാൽ ഏവം എന്ന മറ്റൊരു ഹിന്ദി വാക്കുകൂടിയിട്ട്, കച്ചവടക്കാരനും ഉൻകേ ബീച്ച്, സാഹിലിൻ്റെയും ബേലയുടെ ഇടയിലുള്ള അവർ തമ്മിലുള്ള സംഭാഷണം, കച്ചവടക്കാരനും ബേലയും സാഹിലും തമ്മിലുള്ള സംഭാഷണം. കൽപ്പന കർക്കേലികെ, കൽപ്പന എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ച് നിങ്ങൾ എഴുതാനാ ചോദിക്കുക. അതായത് ബേലയും സാഹിലും പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി കടയിൽ പോയി, കടയിൽ വെച്ച് കച്ചവടക്കാരനും ബേലയും സാഹിലിൻ്റെയും ഇടയിലുള്ള സംഭാഷണം നിങ്ങൾ സങ്കല്പിച്ചെഴുതുക. അപ്പോൾ ആദ്യം ദുക്കാൻദാർ, കച്ചവടക്കാരൻ, ആവോ ആവോ, വരൂ വരൂ. ബേല, ഏക്ക് പൈൻ സ്യാഹി ബർദോ, ഒരു പേനയിൽ മഷി നിറച്ചു തരൂ. ദുക്കാൻദാർ, बेटे स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. बेटे, മകളെ, മഷിക്കുപ്പി, ഈ മഷിക്കുപ്പി എന്തായി, മഷിയുടെ ബോട്ടിൽ ഇപ്പം കാലിയായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മഷി ഇപ്പം തീർന്നിട്ടേ ഉള്ളൂ. अब तो कल ही मिल पाएगी, ഇനി നാളെയേ കിട്ടത്തുള്ളൂ. बेला, लेकिन इसने तो पैन में जो स्याही थी उसे भी जमीन पर छिड़क दिया, എന്നാൽ ഇതിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു, അത് സാഹിൽ നിലത്ത് ഒഴിച്ചു കളഞ്ഞു. ചിടക്കിന, മറക്കുക, ഒഴിക്കുക. സാഹിൽ ഒഴിച്ചു കളഞ്ഞു. ദുക്കാൻദാർ, ബാദൽക്കോ ദേഖുകർ ഗഡേക്കോ നഹീം ദുലാനെ ചാഹിയെ, മേഘത്തെ കണ്ടിട്ട് കുടം കമഴ്ത്തരുത്. അച്ഛാ ശരി, കോൺസി മേ പഠിത്തേ ഹോ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ദുക്കാൻദാർ, സാഹിൽ പാഞ്ചുവീമേ. സാഹിൽ എന്തു പറഞ്ഞു? 5ാം ക്ലാസ്സിൽ. ദുക്കാൻദാർ, ദോനോ രണ്ടുപേരും. ബേല, ഹം ദോനോ, അതെ ഞങ്ങൾ രണ്ടുപേരും. और हम दोनों का सेक्शन भी एक ही है, ए, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡിവിഷൻ, സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിവിഷനും കൂടി ഒന്ന് തന്നെയാ, എ ക്ലാസ്. അബ് തോ ഹം ജാത്തെ ഹേ, ഇപ്പം ഞങ്ങൾ പോകുന്നു. സമയ ഹോ ഗയാ ഹേ, സമയമായി, സ്കൂളിൽ എത്തണ്ടേ, സമയമായിട്ടുണ്ട്. ദുക്കാൻദാർ, ടീക്ക് ഹേ, ശരി. കൽ ആന, നാളെ വരിക. ടീക്ക് ഹേ കൽ ആന, ശരി, നാളെ വരിക. ഇപ്പോൾ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി വായിച്ചു നോക്കുക, നന്നായി പഠിക്കുക, സംശയങ്ങളുടെ ചോദിക്കുക, വാർത്താലാപ്, സംഭാഷണം പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ആദ്യം തന്ന ചോദ്യവും എല്ലാം പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക്. അതുവരെ ശരി, ഓക്കെ.